നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഭാരതത്തിലെ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസിന്റെ അഗ്നിബാൻ റോക്കറ്റ് വിക്ഷേപണം വൻ വിജയം. ലോകത്തെ ആദ്യ സിംഗിൾ സ്പീഡ് 3D പ്രിന്റ് സെമി ക്രിയോജനിക് റോക്കറ്റ് എഞ്ചിനായ അഗ്നിലൈറ്റിന്റെ പരീക്ഷണമായിരുന്നു അഗ്നിബാണിന്റെ ദൗത്യ ലക്ഷ്യം. ഇത് വലിയ വിജയകരമായിരുന്നുവെന്നും റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയെന്നും ISRO അറിയിച്ചു. സെമി ക്രിയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഭാരതത്തിന്റെ ആദ്യത്തെ റോക്കറ്റാണിതെന്ന പ്രത്യേകതയും അഗ്നിബാണിനുണ്ട്. ഇത്രയും കാലം വിദേശ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന സെമി ക്രിയോജനിക് സാങ്കേതിക വിദ്യ പൂർണ്ണമായും തദ്ദേശീയമായാണ് അഗ്നിബാൻ സോർട്ട് റോക്കറ്റ് വികസിപ്പിച്ചത്. 2017 എയ്റോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും SPM മോയിനിയും ചേർന്നാണ് അഗ്നികുൽ കോസ്മോസിസ് തുടക്കമിട്ടത്. ഇന്നലെ രാവിലെ 7:15 ശ്രീഹരിക്കോട്ട സതീഷ് ധവൻ ബഹിരാകാശ നിലയത്തിലെ വിക്ഷേപണത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം നടന്നത്. വെറും 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വിക്ഷേപണ ദൗത്യമായിരുന്നു അഗ്നിബാൻ റോക്കറ്റിന്റേത്. വിക്ഷേപിച്ച് 2 മിനിറ്റിനുള്ളിൽ തന്നെ റോക്കറ്റ് കടലിൽ പതിച്ചു. 575 കിലോഗ്രാം ഭാരവും 6.2 മീറ്റർ ഉയരവുമാണ് റോക്കറ്റിനുള്ളത്. ഭാരതത്തിൽ നിന്നും ആദ്യത്തെ ഏതർനൈറ്റ് അധിഷ്ഠിത ഏവിയോണിക് ആർക്കിടെക്റ്റും ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മിതി. 4 കാർബൺ കോമ്പോസിറ്റ് ഫീനുകളും റോക്കറ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേജ് മാത്രമുള്ള പരീക്ഷണ റോക്കറ്റാണിത്. വിക്ഷേപണ ശേഷം റോക്കറ്റ് ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച സബ് കൂൾഡ് ലിക്വിഡ് ഓക്സിജൻ അടിസ്ഥാനമാക്കിയുള്ള പ്രൊപ്പോഷണൽ സിസ്റ്റമാണിത്. മണ്ണെണ്ണയും മെഡിക്കൽ ഗ്രേഡ് ലിക്വിഡ് ഓക്സിജനും അടങ്ങുന്ന ഏവിയേഷൻ ടർബൈൻ ഇന്ധനമാണ് റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അഗ്നികുൽ കോസ്മോസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹസ്ഥാപകനായ SPM മോയിൻ പറഞ്ഞു. ISRO ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ല. 2000 കിലോ ന്യൂട്ടൺസ് ത്രെഡ്സ് സെമി ക്രിയോജനിക് എഞ്ചിൻ വികസിപ്പിക്കുകയാണ്. ഇതിന്റെ ആദ്യ ഇഗ്നീഷൻ ടെസ്റ്റ് മെയ് 2 നടത്തിയിരുന്നു. അഗ്നികുൽ കോസ്മോസിസ് അഭിനന്ദനം അറിയിക്കുമെന്നും ഭാരതത്തിന് ഇത് വലിയ നാഴികക്കല്ലാണ് എന്നും ISRO Xൽ കുറിച്ചു. ബഹിരാകാശ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ കുതിപ്പാണ് ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് ISRO മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അനവധി സ്വകാര്യ സംരംഭകരാണ് ISROയുടെ സഹായത്തോടുകൂടെ ഒരു മേഖലയിൽ പ്രവേശിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന കാലത്ത് അമേരിക്കൻ ശതകോടീശ്വരനായ എലോൺ മസ്കിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഈ യുവ സംരംഭകരാണ് എന്നത് കരുതപ്പെടുന്നത്. ഇതിന്റെ ചെറിയൊരു ചുവടുവെപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും.